ഹരിതാപമായ ഈ വയലുകൾ കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതിയുടെ ഒരു നേർചിത്രമാണ്. എന്നാൽ പലയിടത്തും ഇന്നിത് കാണാൻ കഴിയില്ല. കർഷകരുടെ നട്ടെല്ലൊടിക്കുന്ന നയങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. കാർഷിക വിളകൾക്ക് കൃത്യമായി വില ലഭിക്കുന്നില്ല. വിളവെടുത്ത കാർഷിക വിളകൾ വിൽപ്പന നടത്താൻ കൃത്യമായ സൗകര്യവും സർക്കാർ ഒരുക്കുന്നില്ല. ഇത്തരം കാഴ്ചകൾ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും അന്യമായി മാറുകയാണ്. അവശ്യ സാധനങ്ങൾക്ക് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് മലയാളി ഇപ്പോൾ. ഇത് സർക്കാരിൻ്റെ ഒരു പിടിപ്പുകേടിൻ്റെ നേർ ഉദാഹരണം തന്നെയാണ്. ഈ ഭാഗത്ത് വിഷുക്കഴിഞ്ഞാൽ നമ്മൾ പൊടിവതയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മഴ വന്നതുകൊണ്ട് പൊടിവത നടത്തിയത് പോയി. രണ്ടാമത് ഒരു ഞാറ്റടി നടത്തി, വീണ്ടും അത് വെള്ളം മുങ്ങിപ്പോയി, വീണ്ടും ഞാറ്റടി നടത്തി. ഇതിനുള്ള വിത്തുകളില്ലാതെ ആദ്യത്തെ വിത്തോടുകൂടി ഓരോ കർഷകനും അതിൽ കൂടുതൽ വിത്ത് ശേഖരിക്കാറില്ല. ഒരു ഏക്കറയ്ക്ക് 30 കിലോ വിത്ത് വെച്ച് നമ്മൾ എടുത്തു വയ്ക്കാറുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് അതികഠിനമായ വില കൊടുത്തുകൊണ്ട് പല ഭാഗത്തു നിന്നും, ഇവിടെ നിന്നും, തമിഴ്നാടിൽ നിന്നും, ഓരോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കൊണ്ടുവന്ന് ആ വിത്തുകളിട്ട് അതും പോയി. മൂന്നാമത് കൃഷി ചെയ്യുമ്പോൾ അതിനുള്ള ചെലവ്, ആ ചെലവ് കഴിഞ്ഞ് കള ശല്യം കാരണം 2ഉം 3ഉം കള പറിച്ചുകൊണ്ട് അവൻ്റെ കൃഷിക്കാരൻ്റേതായ നട്ടെല്ലൊടിയുന്ന ഒരു കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥയിലും കൃഷിക്കാരെ സഹായിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു ഭയങ്കര സങ്കടത്തോടുകൂടി, വിഷമത്തോടുകൂടി ആരോട് പറയണം എന്നറിയാത്തൊരവസ്ഥയാണ്. കൂലിയും അതുപോലെ അന്നത്തെ രാസവളത്തിൻ്റെയും അതുപോലെ പെസ്റ്റിസൈഡ്സിൻ്റെ വില ഈ 8 വർഷം കൊണ്ട് ഇരട്ടിയിലും അധികമായിരിക്കുകയാണ്. എന്നാൽ നെല്ല് വില വളരെ ചെറിയ രീതിയിലാണ് വർധനമുണ്ടായിരിക്കുന്നത്. ഇത് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിൽ വളരെയേറെ ബുദ്ധിമുട്ട് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നാളെയുടെ പ്രതീക്ഷയിൽ മണ്ണ് ചതിക്കില്ല എന്ന വിശ്വാസത്തിലാണ് ഓരോ കർഷകരും നെൽകൃഷി ചെയ്യുന്നത്. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, ഒന്നാം വിളയിൽ പ്രകൃതി ചതിക്കുന്നു, കീടങ്ങളുടെ ആധിക്യത്തിൽ അത് നശിച്ചു പോകണു. പക്ഷേ ഒന്നാം വിളയിൽ ശരിക്കും പറഞ്ഞാൽ കർഷകർക്ക് ഒന്നും കിട്ടാനില്ല. ആകെ കർഷകർ പണിയെടുക്കുന്നത് ട്രാക്ടറുകാർക്ക് കൊടുക്കാനുള്ള കൂലിയും കൊയ്ത്ത് മെഷീന് കൊടുക്കേണ്ട കൂലിയും മറ്റതെല്ലാം നോക്കുമ്പോൾ ഒരു പണിക്കാരന് കിട്ടുന്ന പൈസ പോലും ഒന്നാം വിളയ്ക്ക് കിട്ടുന്നില്ല. അത് വലിയ പ്രശ്നം. പിന്നെയും കാർഷിക മേഖലയിൽ തൊഴിലാളികളുടെ കുറവ്. ഇപ്പോൾ ബംഗാളികളൊന്നും ഇവിടെ ഈ പണിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് നെൽകൃഷി ചെയ്യില്ല. ഇപ്പോൾ വലിയൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലളന്നിട്ട് അതിൻ്റെ പൈസ കിട്ടാൻ വഴിയില്ല. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ എല്ലാ പ്രാവശ്യത്തും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഇവിടെ പലശനിലെ കൃഷിക്കാരെല്ലാവരും ആദ്യം ഒന്ന് വതച്ചു കഴിഞ്ഞ് ചെറുതായിട്ട് മഴ വന്നിട്ട് അത് കിളിർത്തപ്പോൾ 4-5 ദിവസം വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആ വധം മുഴുവൻ പോയി. അവസാനം വിത്തില്ലാണ്ടായി. കൃഷിഭവനിൽ നിന്ന് വിത്ത് കിട്ടുമെന്ന് പറഞ്ഞു. അത് കുറച്ച് വൈകിട്ടാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടില്ല. ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് വിത്ത് മേടിച്ചിട്ട് വന്നു, ഞാറ് നട്ടു. അപ്പോൾ എല്ലാം എന്ന് വെച്ചാൽ KGB-യിലുകൊണ്ടുള്ള പണിയും വന്നു നടാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് കരിയിലുള്ള പണിയും വന്നു. ഇരട്ടി ചെലവ്. എന്നിട്ട് 5 മാസം കഴിഞ്ഞിട്ടും നെല്ലിൻ്റെ പൈസ കിട്ടാൻ വഴിയില്ല. പണ്ട് ഞങ്ങളുടെ ഭാഗത്ത് ഓരോ നേതാക്കന്മാർ സംസാരിക്കും. അവരൊക്കെ മന്ത്രിയായപ്പോൾ മിണ്ടാതായി, അവരുടെ വായിൽ സ്റ്റിക്കർ ഒട്ടിയ മാതിരി നിൽക്കുകയാണ്. അവർ നമ്മൾ തടഞ്ഞാലും നിവൃത്തിയില്ല, വഴി തടഞ്ഞാലും നിവൃത്തിയില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? പൈസയില്ല, ഈ പൈസയില്ല എന്ന് പറഞ്ഞു തുടങ്ങിയതിൻ്റെ ഒരു പ്രധാന ഘടകം ഞങ്ങളുടെ അറിവിൽ ഉള്ള കാര്യം, പണ്ട് നമ്മളുടെ ഈ മാർജിൻ ഫ്രീ ഷോപ്പ്, നമ്മുടെ മാവേലി സ്റ്റോറിൽ ഈ ജനങ്ങൾക്കുള്ള നമ്മളുടെ പ്രളയം നടന്ന സമയത്ത് കിറ്റ് കൊടുത്തു. ആ കിറ്റ് കൊടുത്തതിന് ശേഷം ഇന്നേക്ക് എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് നിന്നും 2 ആളുകൾ മാവേലി സ്റ്റോറിൽ പോകണു. എന്താണ്, ഓണം ആയില്ല, എന്തോ കിറ്റുണ്ട്, എന്തോ സാധനങ്ങളുണ്ട്. ഇതുവരെ ഒരു പയറോ ഒരു പരിപ്പോ ഒരു പഞ്ചസാരയോ എന്തിനേറെ പറയണം, ഇതൊക്കെ കഴിഞ്ഞ് മാവേലി സ്റ്റോർ വിട്ടാൽ പോലും റേഷൻ കടയിൽ പോകുമ്പോൾ 1/2 ലിറ്റർ മണ്ണെണ്ണ ഇതുവരെ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു സീസണിൽ തന്നെ ഈ പൊട്ടാഷ് 1500-നാണ് ഞാൻ വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് 1800 വാങ്ങി. അപ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെലവിനനുസരിച്ചിട്ടുള്ള നെല്ല് വില കിട്ടുന്നില്ല. മാത്രമല്ല മാർച്ച് അവസാനം നെല്ലളന്നതിൻ്റെ വില ഈ 4 മാസം കഴിഞ്ഞിട്ടും ഇനിയും ലഭ്യമായിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് എങ്ങനെയാണ് കൃഷി നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളതിനെക്കുറിച്ചൊരു ആശങ്കയിലാണ്
ഞാൻ ഉൾപ്പെട്ട സമിതിയിലെ കർഷകരൊക്കെ. കൂടാതെ ഞങ്ങൾക്കൊരു മന്ത്രി പോലും ഉണ്ട് ഒരു കർഷക കുടുംബത്തിലുള്ളത്. പക്ഷേ കൃഷിക്കാരെ സഹായിക്കാൻ ആരുമില്ല. ഒരുപാട് കാര്യങ്ങൾ പറയും, കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് വകുപ്പുകളുണ്ട്. 30-30ഓളം വകുപ്പുകളുണ്ട് കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി, കർഷകരെ സഹായിക്കണം. പക്ഷേ നിലവിലൊന്നും തന്നെ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല. നെല്ല് വില കേന്ദ്ര ഗവൺമെൻറ് 2006-2007 തവണ സപ്ലൈകോ നെല്ലെടുക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് തന്നെ കോപ്പറേറ്റീവ് സഹകരണ സംഘം നെല്ലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ 2000 ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2009 തൊട്ടാണ് 2006-2007 തൊട്ട് നെല്ലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഓൺലൈൻ വഴി 9-10 മുതലാണ്. അന്ന് വില 9 രൂപ 50 പൈസ കേന്ദ്രം തരികയും 2 രൂപ 50 പൈസയാണ് ഇൻസെൻറ്റീവ്. കേരള ഗവൺമെൻറ് ഇൻസെൻറ്റീവ് എടുത്ത് 12 രൂപ. അങ്ങനെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ കേന്ദ്രം കൂട്ടുന്നതനുസരിച്ച് ആനുപാതികമായിട്ട് ഇൻസെൻറ്റീവ് കൂട്ടിക്കൊണ്ടുവരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ടല്ലോ കെട്ടുതാലി സമരം. ഇനിയിപ്പോൾ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. എന്തായാലും ഒരു കാര്യമുണ്ട്, കൃഷി എന്ന് പറയുന്ന സംഭവം പാലക്കാട്ടിൽ നിന്നും ഇല്ലാതായി പോവാണ്. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇല്ലാതായി പോയി കഴിഞ്ഞു. ഇല്ലാതായി പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിഞ്ഞു നോക്കാൻ ആളില്ല. ചെയ്യുന്നതിൽ ഒരു ആത്മാർത്ഥതയുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പം ഏത് നാട്ടിലുള്ള ആൾക്കാർ കേട്ടാൽ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? ഈ 5 മാസം 6 മാസം കഴിഞ്ഞിട്ട് പൈസ കിട്ടിയാൽ എന്ത് ചെയ്യും? മക്കളുടെ പഠിത്തം, കുട്ടികളുടെ ഭാവി, കുട്ടികൾക്ക് ഡ്രസ്സ്, സ്കൂളിൽ പോകാൻ യൂണിഫോം, പല വിധത്തിൽ ഒരു സാധനവും വാങ്ങിക്കാൻ വഴിയില്ലാത്തൊരവസ്ഥ, വിഷം കഴിക്കേണ്ട അവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യും? അതുപോലെ തന്നെ എൻ്റെ അവിടെ പണിക്ക് വരുന്ന പണിക്കാർ അവരുടെ മക്കൾ ആരും വരുന്നില്ല. ഇപ്പൊ ചെറുതായിട്ട് കള പറിക്കാൻ ആളെ കിട്ടാനില്ല. അതുപോലെ തന്നെ തോട് തള്ളിപ്പോയിട്ടുണ്ട്. ആ തോട് തള്ളിപ്പോയിട്ട് 2 ആഴ്ചയായി, ഇന്നും പണിക്കാരനെ കിട്ടാനില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എൻ്റെ ബാക്കിലെ കൃഷിക്കണ്ടങ്ങളൊക്കെ കണ്ടാൽ അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നെല്ലിളക്കാനുള്ള PRSനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ഇന്നേ വരെ അതിനെപ്പറ്റി സർക്കാരോ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസോ ഒന്നും ചിന്തിച്ചില്ല. ഇനി അവസാനം ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, എന്തിനോ മുട്ടുമ്പോൾ പറമ്പ് തരികയെന്ന്. ഈ 13 വർഷത്തിനുള്ളിൽ 13 രൂപ 50 പൈസ സെൻട്രൽ കൂട്ടിയപ്പോൾ 3 രൂപ 60 പൈസയാണ് നിലവിൽ തന്ന ഇൻസെൻറ്റീവ് കമ്മിയാക്കി കർഷകരെ സഹായിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ കണ്ണീര് ആരെ കൊണ്ട് പറയണോ? ചെങ്ങുവന്ന് കർഷക ദിനം, കർഷകരെ ആദരിക്കേണ്ട ദിവസമാണ്, കർഷകരുടെ ഒരു ദിവസമാണ്. ഒരു പൊന്നാട മാത്രം തന്നതുകൊണ്ട് കർഷകർക്കൊന്നും ആവുന്നില്ല. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ന്യായമായ വില കർഷകരെ തന്ന് കർഷകരെ സംരക്ഷിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ഈ അളക്കാൻ പോകുമ്പോഴാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, PRSന്റെ പണി ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ഓപ്പണിൽ കൊടുക്കും. ഓപ്പണിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിവിൽസിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും ഏകദേശം 15 രൂപ കമ്മിയായിട്ടാണ് മില്ലുകാർ വളക്കുന്നത്. നിർബന്ധിതനാകുകയാണ്, നിവൃത്തിയില്ലാണ്ട് ചാവാൻ പോകുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളത്തിന് പോലെ അവർ കൊടുത്തു പോവാണ്. എന്തായാലും വലിയൊരു കാര്യമാണ് ഉണ്ടാകാൻ പോണ്. കൃഷിക്കാരും അതുപോലത്തെ കൃഷിപ്പണിക്കാരും അവസാനത്തെ തലമുറയാണ്. കൃഷി പാലക്കാട് നെല്ലറ എന്താ പറയുക, ഇനി അത് ഒന്നുമല്ലാത്ത ഒരു കളയറയാകാൻ പോവാണ്. എല്ലാം കാട് പിടിച്ച് നിൽക്കും. ഈ പാടശേഖരത്തുള്ള കർഷകർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാളെയുടെ പ്രതീക്ഷയിൽ 2ാം വിള ഏകദേശം ഇവിടെ ഉമ്മയാണ് നെല്ലിടുന്നത്. 2500ഓളം നെല്ല് ഉൽപ്പാദിപ്പിക്കും. പക്ഷെ നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ തന്നെ അതിന് നിയന്ത്രണമുണ്ട്. 2000 കിലോ അല്ലെങ്കിൽ കൃഷി ഓഫീസറുടെ അധികം പെർമിറ്റിന് വേണ്ടിയുള്ള അപ്ലൈ കൊടുത്ത് 200 കിലോ അധികം തരും. പക്ഷെ നോക്കൂ, ആലപ്പുഴ കുട്ടനാട്ടിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലാണ് അവിടെ എടുക്കുന്നത്. അവിടെ ഈ നിയന്ത്രണമൊന്നും അന്വേഷിച്ചറിയാം, അവിടെ ഇല്ല. പക്ഷെ നമ്മളവിടെ ഈ നിയന്ത്രണമുണ്ട്. പക്ഷേ കർഷകരെ മുഴുവൻ കള്ളന്മാരെന്ന രീതിയിൽ സപ്ലൈകോ പോലും കൃഷി വകുപ്പ് പോലും അവരൊന്ന് നോക്കി, പ്രൊക്യൂർമെൻ്റ് ഒന്ന് വീട്ടുകളൊന്ന് നോക്കി നെല്ല് പരിശോധിച്ച് ഇത്രയാക്കുന്നുണ്ടോ, നിങ്ങൾ കള്ളത്തരം ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു രീതിയിൽ കർഷകരെ കൊണ്ട് പെരുമാറുമ്പോൾ കൃഷി ചെയ്യാൻ തന്നെ വേണ്ട എന്നുള്ള രീതിയിൽ കർഷകർക്ക് മടുപ്പ് തോന്നുന്നു.